ഹരി ഓം ഹരി ഓം. ഹരി ഓം. നാരായണ. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാതമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ദം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായശേതേ യതമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ധന്വന്തരമൂർത്തയേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും മകര സംക്രാന്തി ആശംസകൾ. ഇന്ന് വൈകുന്നേരമാണ് മകരസംക്രാന്തി. ശബരിമലയിലും മറ്റുമൊക്കെ വളരെ വിശേഷം, എല്ലാ ക്ഷേത്രങ്ങളിലും വിശേഷം. ഉത്തരായനം ആരംഭിക്കുന്നു. നാളെയാണ് മകരം 1-ാം തീയതി. തമിഴ്നാട്ടിലൊക്കെ ഇന്നും നാളെയും പൊങ്കൽ വിശേഷങ്ങളാണ്. തൈപ്പൊങ്കൽ. അവർക്ക് തൈ മാസം നമ്മുടെ മകരത്തിൻ്റെ ഒരു ദിവസം മുമ്പേ ആരംഭിക്കും. അപ്പോൾ എല്ലാവർക്കും പൊങ്കൽ വാഴ്ത്തുക്കൾ. മകരപ്പൊങ്കൽ അല്ലെങ്കിൽ തൈപ്പൊങ്കൽ, അതുപോലെ മാട്ടുപ്പൊങ്കൽ, പശുവിനെ പൂജിക്കുന്ന ദിവസമാണ്. പശുവിനെയും കാളകളെയും ഒക്കെ പൂജിക്കുന്ന കർഷക പ്രധാനമായിട്ടുള്ള ദിവസമാണ് ഇന്നും നാളെയൊക്കെ. എല്ലാവർക്കും ഒരു നവവത്സരം ആരംഭിക്കുന്നു, അങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക്. ആശംസകൾ, എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ഇന്ന് 601-ാം എപ്പിസോഡിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എല്ലാം ഭഗവാന്റെ കാരുണ്യം, ഗുരുപരമ്പരയുടെ അനുഗ്രഹം എല്ലാം കൊണ്ടും നടന്നു പോകുന്നു. നിങ്ങളുടെ എല്ലാം ശ്രദ്ധയും താല്പര്യവും അതൊക്കെ തന്നെയാണ് ഇത് തുടർന്നു കൊണ്ടുപോകുന്നതിൻ്റെ രഹസ്യം. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. നാരായണ. ഇന്ന് നമ്മൾ സപ്തമസ്കന്ധത്തിലെ 14-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഗൃഹസ്ഥാശ്രമ ധർമ്മമാണ് ഈ 14-ാം അധ്യായത്തിൽ വിശദമായി ചർച്ച ചെയ്യുന്നത്. നമുക്കതിലേക്ക് പ്രവേശിക്കാം, പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ സപ്തമസ്കന്ധേ ചതുർദശോऽധ്യായഃ. യുധിഷ്ഠിര ഉവാച. ഗൃഹസ്ഥയേതാം പദവീം വിധിനായേന ചാഞ്ജസ യാതി ദേവർഷേ ബ്രൂഹി മാദൃശോ ഗൃഹമൂഢധീഃ. നാരദ ഉവാച. ഗൃഹേഷവസ്ഥിതോ രാജൻ ക്രിയാഃ കുർവൻ ഗൃഹോചിതാഃ. വാസുദേവാർപ്പണം സാക്ഷാത് ഉപാസീത മഹാമുനീൻ. ശൃണ്വൻ ഭഗവതോഭീക്ഷ്ണം അവതാരകഥാമൃതം ശ്രദ്ധാനോ യഥാ കാലം ഉപശാന്തജനാവൃതഃ. സൽസംഗാത് ശനകൈ സംഗം ആത്മജായ ആത്മജാദിഷു വിമുച്യേന്മുച്യമാനേഷു സ്വയം സ്വപ്നവദുത്തിതഃ. യാവദർത്ഥമുപാസീനോ ദേഹേ ഗേഹേ ച പണ്ഡിതഃ വിരക്തോ രക്തവത് തത്ര നൃലോകേ നരതാമ്യസേത്. ജ്ഞാതയഃ പിതരൗ പുത്രാ ഭ്രാതരഃ സുഹൃദോപരേ യദ്വദന്തി യദിച്ഛന്തി ചാനുമോദേത നിർമ്മമഃ. ദിവ്യം ഭൗമം ചാന്തരിക്ഷം വിത്തം അച്യുത നിർമ്മിതം തൽ സർവമുപഭുഞ്ജാനഃ ഏതത് കുര്യാത് സ്വതോ ബുധഃ.
യാവത് ജഠരം താവത് സ്വത്വം ഹി ദേഹിനാം അധികം യോഭിമന്യേത സസ്തേനോ ദണ്ഡമർഹതി. മൃഗോഷ്ഠഖരമർക്കാഗു സരീസൃപ് ഖഗമക്ഷികാഃ ആത്മനഃ പുത്രവത് പശ്യേത് തൈരേഷാം അന്തരം കിയത്. ത്രിവർഗം ആദികൃച്ഛ്രേണ ഭജേത ഗൃഹമേദ്യപി യഥാദേശം യഥാ കാലം യാവത് ദൈവോപപാദിതം. ആശ്വാഗാന്തേവസായിഭ്യഃ കാമാൻ സംവിഭജേത്യഥാ അപ്യേകാം ആത്മനോദാരാം നൃണാം സ്വത്വഗ്രഹോ യതഃ ജഹ്യാദ്യദർത്ഥേ സ്വപ്രാണാൻ ഹന്യാദ്വാ പിതരം ഗുരും തസ്യാം സ്വത്വം സ്ത്രിയാം ജഹ്യാത് യസ്തേന ഹ്യജിതോ ജിതഃ. കൃമിവിഡ്ഭസ്മനിഷ്ഠാന്തം ത്വേദം തുച്ഛം കളേവരം ക്വ തദീയരതിർഭാര്യ ക്വായമാത്മാ നപശ്ചതി. സിദ്ധൈർയജ്ഞാവശിഷ്ടാർത്ഥൈ കൽപ്പയേത് വൃത്തിമാത്മനഃ ശേഷേ സ്വത്വം ത്യജൻ പ്രാജ്ഞഃ പദവീം മഹതാമിയാത്. ദേവാൻ ഋഷീന്ദ്രഭൂതാനി പിതॄൻ ആത്മാനമന്വഹം സ്വവൃത്യാഗതവിത്തേന യജേത പുരുഷം പൃഥക്. യർഹി ആത്മനോ അധികാരാദ്യാഃ സർവാസ്യുർയജ്ഞസമ്പദഃ വൈതാനികേന വിധിനാ അഗ്നിഹോത്രാദിനാ യജേത്. ന ഹ്യഗ്നിമുഖതോയം വൈ ഭഗവാൻ സർവയജ്ഞഭുക്ക് യുജ്യേത ഹവിഷാ രാജൻ യഥാ വിപ്രമുഖേ ഹുതൈഃ. തസ്മാത് ബ്രാഹ്മണദേവേഷു മർത്യാദിഷു യഥാർഹതഃ തൈസ്തൈ കാമൈര്യജസ്വൈനം ന ക്ഷേത്രജ്ഞം ബ്രാഹ്മണാൻ അനു. കുര്യാദാപരപക്ഷീയം മാസി പ്രൗഷ്ഠപദേ ദ്വിജഃ ശ്രാദ്ധം പിത്രോർയഥാ വിത്തം തദ്ബന്ധൂനാം ച വിത്തവാൻ. അയനേ വിഷുവേ കുര്യാത് വ്യതീപാദേ ദിനക്ഷയേ ചന്ദ്രാദിത്യോപരാഗേ ച ദ്വാദശീ ശ്രവണേഷു ച. തൃതീയായാം ശുക്ലപക്ഷേ നവമ്യാമദ കാർത്തികേ ചതസ്രുഷു അപി അഷ്ടകാസു ഹേമന്തേ ശിശിരേ തദാ. മാഘേ ച സിതസപ്തമ്യാം മഘാരാകാസമാഗമേ രാഗയാ ചാനുമത്യാ വാ മാസർക്ഷാണി യുതാന്യപി. ദ്വാദശ്യാമനുരാധാ സ്യാത് ശ്രവണസ്തിസ്ര ഉത്തരാഃ തിസൃഷു ഏകാദശീ വാസു ജന്മർക്ഷശ്രോണയോഗയുക്. തയേതേ ശ്രേയസകാലാ നൃണാം ശ്രേയോ വിവർധനാഃ കുര്യാത് സർവാത്മനൈതേഷു ശ്രേയോ അമോഘം തദായുഷഃ. യേഷു സ്നാനം ജപോ ഹോമോ വ്രതം ദേവദ്വിജാർച്ചനം പിതൃദേവ നൃഭൂതേഭ്യോ യദ്ദത്തം തദ്ധ്യാനശ്വരം. സംസ്കാരജാലോ ജായായ അപത്യസ്യാത്മനസ്തഥാ പ്രേതസംസ്ഥാമൃതാഹശ്ച കർമ്മണ്യഭ്യുദയേ നൃപ. അദദേശാൻ പ്രവക്ഷ്യാമി ധർമാതിശ്രേയ ആവഹാൻ സ വൈ പുണ്യതമോ ദേശഃ സത്പാത്രം യത്ര ലഭ്യതേ. ബിംബം ഭഗവതോ യത്ര സർവമേതച്ചരാചരം യത്ര ബ്രാഹ്മണകുലം തപോ വിദ്യാദയാന്വിതം. യത്ര യത്ര ഹരേരർച്ചാ സദേശശ്രേയസാം പദം യത്ര ഗംഗാദയോ നദ്യഃ പുരാണേഷു ച വിശ്രുതാഃ. സരാംസി പുഷ്കരാദീനി ക്ഷേത്രാണി അർഹാശ്രിതാന്യുത. കുരുക്ഷേത്രം ഗയശിരഃ പ്രയാഗപുലഹാശ്രമഃ നൈമിഷം ഭാൽഗുനം സേതുഃ പ്രഭാസോദകുശസ്ഥലി വാരാണസി മധുപുരി പമ്പാ ബിന്ദുസരസ്തദാ. നാരായണാശ്രമോ നന്ദ സീതാരാമാശ്രമാദയഃ ആശ്രമാദയഃ സർവേ കുലാചലാ രാജൻ മഹേന്ദ്രമലയാദയഃ. ഏതേ പുണ്യതമാദേശാ ഹരേരക്ഷാശ്രിതാശ്ച യേ ഏതാൻ ദേശാൻ നിഷേവേത ശ്രേയസ്കാമോ ഹ്യഭീക്ഷ്ണശഃ. ധർമ്മോ ഹ്യത്രേഹിത പുംസാം സഹസ്രാദിബലോദയഃ പാത്രം ത്വത്ര നിരുക്തം വൈ കവിഭിഃ പാത്രവിത്തമൈഃ. ഹരിരേവൈക ഉർവീശ യന്മയം വൈ ചരാചരം ദേവർഷ്യർഹൽസു വൈ സത്സു തത്ര ബ്രഹ്മാത്മജാദിഷു രാജൻ യദഗ്രപൂജായാം മതഃ പാത്രതയാച്യുതഃ. ജീവരാശിഭിരാകീർണ ആണ്ഡകോശാംഗ്രിപോ മഹാൻ തന്മൂലത്വാദച്യുതേജ്യ സർവജീവാത്മതർപ്പണം. പുരാണ്യനേന സൃഷ്ടാനി നൃതിര്യകൃഷി ദേവതാഃ ശേതേ ജീവേന രൂപേണ പുരേഷു പുരുഷോ ഹ്യസൗ. തേഷ്വേഷു ഭഗവാൻ രാജൻ താരതമ്യേന വർത്തത്തെ
തസ്മാത് പാത്രം ഹി പുരുഷോ യാവാനാത്മ യതേയത്തെ ദൃഷ്ട്വാ തേഷാം ഇതോ നൃണാം അവജ്ഞാനാത്മതാം നൃപ ത്രേദാദിഷു ഹരേരർച്ചാ ക്രിയായൈക വിഭികൃതാം തതോർച്ചായാം ഹരിം കേചിത് സംശ്രദ്ധായ സപര്യയ ഉപാസത ഉപാസ്താപീനാർത്തദാ പുരുഷദ്വിഷാം പുരുഷേഷ്വപി രാജേന്ദ്ര സുപാത്രം ബ്രാഹ്മണം വിദുഃ തപസാ വിദ്യയാ തുഷ്ട്യാ ദത്തേ വേദം ഹരേസ്തനും നന്വസ്യ ബ്രാഹ്മണാ രാജൻ കൃഷ്ണസ്യ ജഗദാത്മനഃ പുനന്ദഃ പാദരജസാ ത്രിലോകീം ദൈവതം മഹത്. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം സപ്തമസ്കന്ധേ സദാചാര നിർണയോ നാമ ചതുർദശോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ 601 എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നാരായണ. ഭാഗവതം സപ്തമസ്കന്ധത്തിലെ 14 അധ്യായമാണ് നമ്മളിന്ന് കാണാൻ ആരംഭിക്കുന്നത്. 11 മുതൽ 15 വരെയുള്ള 5 അധ്യായങ്ങളായിട്ട് വർണ്ണാശ്രമധർമ്മം യുധിഷ്ഠിര നാരദ സംവാദ രൂപത്തിൽ ഇവിടെ ശ്രീ ശുകബ്രഹ്മർഷി അവതരിപ്പിക്കുന്നു. അതിൽ 11 അധ്യായത്തിൽ സദാചാരം അഥവാ സാമാന്യധർമ്മം, പിന്നെ വർണ്ണധർമ്മങ്ങൾ, സ്ത്രീധർമ്മം മുതലായതൊക്കെ കണ്ടു. 12 അധ്യായത്തിൽ ബ്രഹ്മചാരിയുടെയും വാനപ്രസ്ഥന്റെയും ധർമ്മങ്ങൾ കണ്ടു. 13 അധ്യായത്തിൽ സന്യാസധർമ്മം അഥവാ യതിധർമ്മം വളരെ വിസ്തരിച്ച് കണ്ടു. ആ യതിധർമ്മത്തിൽ അവസാന ഭാഗത്തായിട്ട് പ്രഹ്ലാദനും ദത്താത്രേയ മഹർഷി അല്ലെങ്കിൽ അവധൂതനുമായിട്ടുള്ള സംവാദത്തിലൂടെ പാരമഹംസ്യ ധർമ്മം അഥവാ എല്ലാ ധർമ്മങ്ങൾക്കും അതീതമായിരിക്കുന്ന പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു അവസ്ഥ, ജീവൻ മുക്തന്മാരുടെ ആ അവസ്ഥയെക്കുറിച്ചാണ് വിശദമായിട്ട് നമ്മൾ കണ്ടത്. ഇത്രയും കേട്ടതിന് ശേഷം ഇതിന്റെ ഇടയ്ക്ക് പറയേണ്ടതായിരുന്നുവല്ലോ ഗൃഹസ്ഥാശ്രമധർമ്മം, അതെന്തേ പറഞ്ഞില്ല എന്നുള്ള മട്ടിൽ, അത് പറയാതെ വിടരുതേ എന്ന മട്ടില് യുധിഷ്ഠിരന്റെ ആ ഒരു ആവശ്യം അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ 14 അധ്യായം ആരംഭിക്കുന്നത്. ഗൃഹസ്ഥാശ്രമധർമ്മം വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് യുധിഷ്ഠിരൻ ആവശ്യപ്പെടുന്നു. അതിന് മറുപടിയായിട്ടാണ് നാരദ മഹർഷി ഈ അധ്യായത്തിൽ ഗൃഹസ്ഥാശ്രമധർമ്മം വിസ്തരിക്കുന്നത്. അടുത്ത അധ്യായത്തിലും ഇതിന്റെ തുടർച്ചയായി അതുപോലെ സാമാന്യധർമ്മങ്ങൾ, സദാചാരമെല്ലാം കൂടുതൽ വിശദമായും ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി 14 15 അധ്യായങ്ങളാണ് ഈ വർണ്ണാശ്രമധർമ്മ ഭാഗത്ത് ഈ സപ്തമസ്കന്ധത്തിൽ നമുക്ക് കാണാനുള്ളത്. നമുക്ക് 14 അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. യുധിഷ്ഠിര ഉവാച ഗൃഹസ്ഥയേതാം പദവീം വിധിനാ യേന ചാഞ്ജസാ യാതി ദേവർഷേ ബ്രൂഹി മാദൃശോ ഗൃഹമൂഢധീഃ. യുധിഷ്ഠിര ഉവാച ഗൃഹസ്ഥയേതാം പദവീം വിധിനാ യേന ചാഞ്ജസാ യാതി ദേവർഷേ ബ്രൂഹി മാദൃശോ ഗൃഹമൂഢധീഃ. യുധിഷ്ഠിരന്റെ ചോദ്യം, ദേവർഷേ
എന്ന് നാരദ മഹർഷിയെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു. ഗൃഹസ്ഥഃ ഏതാം പദവീം ഏന വിധിന അഞ്ജസാ യാതി. അതാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ഗൃഹസ്ഥഃ, ഗൃഹത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ ഗൃഹസ്ഥൻ. ഗൃഹേ തിഷ്ഠതീതി ഗൃഹസ്ഥഃ. അപ്പോൾ ഗൃഹത്തിൽ ഇരിക്കുന്നവനായിട്ട് ഏതാം പദവീം, ഏതാം പദവി എന്ന് പറയുമ്പോൾ ഈ അവസ്ഥയെ, ഏതവസ്ഥയെ? കഴിഞ്ഞ അധ്യായത്തിൽ അവസാനം പറഞ്ഞതായിട്ടുള്ള പാരമഹംസ്യം. അതാണ് ധർമ്മം പാരമഹംസ്യം വൈ മുനേ ശ്രുത്വാ സുരേശ്വര പൂജയിത്വാ തഥപ്രീത ആ മന്ദിരപ്രയൗ ഗൃഹം എന്ന് പ്രഹ്ലാദൻ പോയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ പാരമഹംസ്യം ധർമ്മം അതാണ് അവസാനം പറഞ്ഞത്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇവിടെ ചോദ്യം. ഏതാം പദവി എന്ന് പറഞ്ഞാൽ ഈ പരമഹംസന്മാരുടെ അഥവാ പൂർണ്ണ സ്വതന്ത്രന്മാരായിരിക്കുന്ന ജീവൻ മുക്തന്മാരുടെ അവസ്ഥ, അതാണ് ഇവിടുത്തെ ഏതാം പദവി. അപ്പോൾ അതിനെ ഏന വിധിന, ഏന വിധിന എന്ന് പറഞ്ഞാൽ ഏതൊരു അനുഷ്ഠാനം കൊണ്ട്, ഏതൊന്നിന്റെ വിധി കൊണ്ട്, അഞ്ജസായാതി, അഞ്ജസ എളുപ്പത്തിലെന്ന, ഏറ്റവും എളുപ്പത്തിലായിട്ട് ലളിതമായിട്ട് പ്രയാസം കൂടാതെ പ്രാപിക്കാൻ കഴിയുക. അല്ലയോ ദേവർഷേ ബ്രൂഹി, പറഞ്ഞാലും അങ്ങ് പറഞ്ഞു തരൂ. മാതൃശഃ ഗൃഹമൂഢതീഹി, കാരണം എന്നെ പോലെയുള്ളവർ, മാതൃശഃ എന്ന് പറഞ്ഞാൽ മമ സദൃശഃ, എന്നെ പോലെയുള്ളവർ. ഇദ്ദേഹം ഗൃഹസ്ഥനാണ്, യുധിഷ്ഠിരൻ ഗൃഹസ്ഥനാണ്. അവിടെ കൂടിയിരിക്കുന്നതിൽ നല്ലൊരു ബഹുഭൂരിപക്ഷവും ഗൃഹസ്ഥന്മാരായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നു, മാതൃശഃ എന്നെ പോലെയുള്ളവർ ഗൃഹമൂഢതീഹി, ഗൃഹത്തിൽ മോഹിച്ച ബുദ്ധിയോടുകൂടിയവരാണല്ലോ, ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ മുഴുകിയിരിക്കുന്നവരാണല്ലോ. ഭാര്യ, മക്കള്, ധനം, വിഷയസുഖങ്ങൾ ഇതെല്ലാം അനുഭവിക്കുന്നതിൽ മോഹിതരാണ്, തൽപരരാണ്. അതിൽ നിന്നൊന്നും സ്വാതന്ത്ര്യം നേടിയിട്ടില്ല, അതിനെയൊന്നും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഗൃഹത്തിൽ തന്നെ മോഹിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഞങ്ങളെ പോലെയുള്ള ഗൃഹസ്ഥന്മാർക്ക് എന്ത് വിധികൾ അനുഷ്ഠിച്ചാലാണ് ഈ പരമഹംസ പദവിയെ, ഈ അവധൂതന്മാരുടെ അവസ്ഥയെ, പൂർണ്ണ സ്വാതന്ത്ര്യത്തെ പ്രാപിക്കാൻ കഴിയുക? ഇപ്പൊ ഞങ്ങള് മോഹത്താൽ ബന്ധനസ്ഥരാണ്. ഞങ്ങൾക്ക് വേണ്ടത് ജ്ഞാനത്തിന്റെ സ്വാതന്ത്ര്യമാണ്. ജ്ഞാനത്തിലൂടെ ലഭിക്കുന്ന ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്കാണ് എത്തിച്ചേരേണ്ടത്. അപ്പോൾ അതിനുള്ള വഴി ഏതാണ്, ഏത് മാർഗമാണ് ഉത്തമം? ഇതാണ് യുധിഷ്ഠിരന്റെ ആകാംക്ഷ. അത് അദ്ദേഹം ശ്രദ്ധയോടെ അവതരിപ്പിച്ചു. കേട്ട നാരദന് സന്തോഷമായി. നാരദൻ അഭിനന്ദിച്ചുകൊണ്ടാണ് മറുപടി ആരംഭിക്കുന്നത്. നാരദ ഉവാച സാധു പൃഷ്ടം മഹാഭാഗ ലോകാൻ സമനുഗൃഹത തത്വേന തദഹം വക്ഷ്യേ നൈഷ്കർമ്മ്യം യേന കർമ്മണാം. നാരദ ഉവാച സാധു പൃഷ്ടം മഹാഭാഗ ലോകാൻ സമനുഗൃഹത തത്വേന തദഹം വക്ഷ്യേ നൈഷ്കർമ്മ്യം യേന കർമ്മണാം. നാരദൻ മറുപടി ആരംഭിക്കുന്നത് യുധിഷ്ഠിരനെ പ്രശംസിച്ചുകൊണ്ടാണ്. മഹാഭാഗ എന്ന് തന്നെയാണ് സംബോധന. മഹാഭാഗ, ഭാഗ്യശാലിയായിരിക്കുന്നവനെ, സുഹൃതിയായിരിക്കുന്നവനെ, പുണ്യാത്മാവേ, പൂജനീയനായിട്ടുള്ളവനെ എന്നൊക്കെ അർത്ഥാണ് മഹാഭാഗ എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള അല്ലയോ ആദരവിന് അർഹനായിരിക്കുന്ന ധർമ്മപുത്ര എന്ന് തന്നെ, ധർമ്മത്തെ മാത്രം അനുഷ്ഠിച്ച് ജീവിക്കുന്ന സത്യസന്ധനായിട്ടുള്ള രാജാവാണ് ധർമ്മപുത്രൻ. അപ്പൊ അദ്ദേഹത്തോട് മഹാഭാഗ എന്ന് സംബോധന ചെയ്തുകൊണ്ട് സാധുപൃഷ്ടം, നീ ചോദിച്ചത്, പൃഷ്ടം എന്ന് പറഞ്ഞാൽ പ്രശ്നം ചെയ്യപ്പെട്ടത്, നിന്റെ ചോദ്യം അത് സാധു, ഉത്തമം, വളരെ ഉത്തമമായിട്ടുള്ള ചോദ്യമാണ് നീ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ലോകാൻ സമനുഗൃഹത, ലോകങ്ങളെ എന്ന് വെച്ചാൽ ജനങ്ങളെ, ലോകത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ഗൃഹസ്ഥന്മാരെ മുഴുവൻ സമനുഗൃഹത ത്വയാ പൃഷ്ടം, സമ്യക് അനുഗൃഹത, എല്ലാവരെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയും അനുഗ്രഹിക്കാൻ, അവരെയും ഭാഗ്യവാന്മാരാക്കാൻ വേണ്ടി
അവർക്ക് വേണ്ടിയിട്ടാണ് മഹാഭാഗനായ നീ ഈ ഉത്തമമായ ചോദ്യം ചോദിച്ചത്. അപ്പൊ നിനക്ക് വേണ്ടിയിട്ടല്ല, കാരണം നീ ധർമ്മപുത്രനാണ്, നിനക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല, നീ തെറ്റായിട്ടൊന്നും അനുഷ്ഠിക്കാറില്ല. പക്ഷെ നിന്റെ ഈ ചോദ്യം ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ലോകാൻ സമനുഗൃഹത, എല്ലാവരെയും അനുഗ്രഹിക്കാനുള്ള ഒരു ബുദ്ധി കൊണ്ടാണ് നീ ഇപ്പൊ എന്നോട് ഈ ചോദ്യം ചോദിച്ചത്. ലോകാൻ സമനുഗൃഹത ത്വയാ സാധുപൃഷ്ടമേവ. എന്താ നീ ചോദിച്ചത്? കർമ്മണാം ഏന നൈഷ്കർമ്മ്യം തത്വേന അഹം വക്ഷ്യ. നീ ചോദിച്ചത് കർമ്മണാം നൈഷ്കർമ്മ്യം, ഈ കർമ്മങ്ങളിൽ നിന്ന് ഉള്ളതായിട്ടുള്ള മോചനം. നൈഷ്കർമ്മ്യം എന്ന് പറഞ്ഞാൽ കർമ്മരഹിതമായിട്ടുള്ള അവസ്ഥ, കർമ്മ അഭാവം, എല്ലാ കർമ്മങ്ങൾക്കും എല്ലാ ധർമ്മങ്ങൾക്കും അതീതമായിരിക്കുന്ന പൂർണ്ണ സ്വതന്ത്രമായിരിക്കുന്ന അവസ്ഥ. അതാണ് നൈഷ്കർമ്മ്യം എന്നുള്ള ഭാവം. അപ്പൊ കർമ്മണാം നൈഷ്കർമ്മ്യം, കർമ്മങ്ങളിൽ നിന്നെല്ലാമുള്ള നൈഷ്കർമ്മ്യ ഭാവത്തെ ഏന ഏത് മാർഗം കൊണ്ട്, അല്ലെ, എങ്ങനെയായാൽ അഞ്ജസ പ്രാപിക്കും യാതി എന്നാണല്ലോ ചോദ്യം. അപ്പൊ എളുപ്പത്തിൽ ഏതൊരു മാർഗം കൊണ്ടാണ്, ഏതൊരു അനുഷ്ഠാനം കൊണ്ടാണ് ഈ നൈഷ്കർമ്മ്യത്തിലേക്ക് എത്തിച്ചേരുക? തത് തത്വേന അഹം വക്ഷ്യ. അതിനെ ഞാൻ യഥാർത്ഥമായിട്ട് നിനക്ക് പറഞ്ഞു തരാം. തത്വം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം, യാഥാത്മ്യം, ഉള്ളതുപോലെ എന്നൊക്കെ അർത്ഥം. അപ്പൊ അതിനെ ഉള്ളതുപോലെ സത്യസന്ധമായിട്ട് ഞാൻ നിനക്ക് പറഞ്ഞു തരാം, വെള്ളം ചേർക്കാതെ പറഞ്ഞു തരാം. ഇനി വെള്ളം ചേർക്കുന്നതൊക്കെ അവരവരുടെ അവസ്ഥയ്ക്കനുസരിച്ച്, അവരവരുടെ കഴിവിനനുസരിച്ച്, അല്ലെ. ധർമ്മം ഉള്ളതുപോലെ പറഞ്ഞു തരാം. കാലദേശങ്ങൾക്കും വ്യക്തിക്കും അനുസരിച്ച് അതിൽ ചില കോംപ്രമൈസുകളും ഒക്കെ പറയും. ആപദ്ധർമ്മമായിട്ടും മറ്റുമൊക്കെ ആയിട്ട് ചില വിട്ടുവീഴ്ചകളൊക്കെ സമ്മതിച്ചു തരും. നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. വിധി, ശാസ്ത്രവിധി ഇന്നതാണ്, അതിൽ ഇന്ന അനുവാദവും ഉണ്ട്. അനുവാദം എന്ന് പറഞ്ഞാൽ കോംപ്രമൈസാണ്. അത് ആപത്തുകളിൽ നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റാത്ത ഘട്ടങ്ങളിൽ, ധർമ്മം പൂർണ്ണമായി അനുഷ്ഠിക്കാൻ പറ്റാത്തപ്പോ ഈ ശ്ലോകം പുസ്തകത്തിൽ ഇല്ലെന്നോ? ചില പുസ്തകങ്ങളിൽ ചിലപ്പോൾ കാണില്ല. ശരിയാണ്. ആ ശ്ലോകം കൂടി ചേർത്ത് വെച്ചോളൂ, ഇത് അഡീഷണലായിട്ട് ചേർത്ത് വെച്ചോളൂ ഈ ശ്ലോകം. കാരണം യുധിഷ്ഠിരനെ പ്രശംസിക്കുന്നതും ഒരു ആമുഖമായിട്ട് നാരദ പറയുന്നതുമായിട്ടുള്ള ആശയമാണ്. എഴുതി വെച്ചോളൂ, ഉപയോഗം ഉണ്ടാവും. ഗുരുവായൂർ ദേവസ്വം ഇറക്കിയിട്ടുള്ളതായിട്ടുള്ള മൂലം മാത്രമായിട്ടുള്ള പുസ്തകത്തിൽ അതില്ല. എഴുതി വെച്ചോളൂ, നല്ലതാണ്. സപ്താഹങ്ങളിലൊന്നും അത് വായിക്കണ്ടാവില്ല, എങ്കിലും അറിഞ്ഞിരിക്കാം. നാരദ ഉവാച എന്ന് പറഞ്ഞിട്ട് സാധുപൃഷ്ടം മഹാഭാഗ ലോകാൻ സമനുഗൃഹത തത്വേന തദഹം ഭക്ഷ്യേ നൈഷ്കർമ്മ്യം യേന കർമ്മണാം. ഇതൊക്കെ ശ്രീധരീയം എന്നുള്ളതായിട്ടുള്ള വ്യാഖ്യാനത്തിലുള്ളതാണ്. നോർത്ത് ഇന്ത്യൻ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. ശ്രീധരാചാര്യർ എന്ന് പറഞ്ഞ മഹാനായിട്ടുള്ള ആചാര്യരാണ് ഇതിനേറ്റവും, ഭാഗവതത്തിന് ഏറ്റവും നല്ല വ്യാഖ്യാനം ചമച്ചിട്ടുള്ളത്. അദ്ദേഹം ഇത് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനെ തന്നെയാണ് മറ്റ് വ്യാഖ്യാതാക്കളും സ്വീകരിച്ചിട്ടുണ്ട്. പണ്ഡിറ്റ് ഗോപാലൻ നായർ മലയാളത്തിലേക്ക് വ്യാഖ്യാനിച്ചപ്പോൾ അദ്ദേഹവും അത് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇരിക്കട്ടെ, എന്താ പറയുക, നെയ്യ് കൂടിയതുകൊണ്ട് അപ്പത്തിന് കേടൊന്നുമില്ലല്ലോ. അപ്പോൾ അതറിഞ്ഞിരിക്കാം, എഴുതി വെച്ചോളൂ. സപ്താഹങ്ങളിൽ വായിക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവരും ഒരേ പുസ്തകം വായിക്കുമ്പോൾ, ഒന്നിച്ച് വായിക്കുമ്പോഴൊക്കെ ഈ ശ്ലോകം ചിലപ്പോൾ കേൾക്കില്ല. അപ്പം എന്തായാലും ഇങ്ങനൊരു ശ്ലോകമുണ്ട്. സാധുപൃഷ്ടം മഹാഭാഗ ലോകാൻ സമനുഗൃഹത തത്വേന തദഹം വക്ഷ്യേ നൈഷ്കർമ്മ്യം യേന കർമ്മണാം.
ഏതൊരു അനുഷ്ഠാനം കൊണ്ട് കർമ്മങ്ങളിൽ നിന്നുള്ള ശാശ്വതമായ മോചനം, നൈഷ്കർമ്മ്യ സിദ്ധി എന്നൊക്കെ പറയും. അപ്പോൾ അത് ഞാൻ ഉള്ളതുപോലെ പറഞ്ഞു തരാം. ഇത് മുഴുവൻ ലോകത്തെ അനുഗ്രഹിക്കാനുള്ള ചോദ്യമാണ് നീ ചോദിച്ചത് എന്ന് പറഞ്ഞ് യുധിഷ്ഠിരനെ പ്രശംസിച്ചുകൊണ്ട് തുടങ്ങുന്നു. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. അത് പിന്നെ എല്ലാ പുസ്തകത്തിലും ഉള്ളത് തന്നെ. ഗൃഹേഷ്വസ്ഥിതോ രാജൻ ക്രിയാകുർവൻ ഗൃഹോജിതാഃ വാസുദേവാർപ്പണം സാക്ഷാത് ഉപാസീത മഹാമുനീൻ. ഗൃഹേഷ്വസ്ഥിതോ രാജൻ ക്രിയാകുർവൻ ഗൃഹോജിതാഃ വാസുദേവാർപ്പണം സാക്ഷാത് ഉപാസീത മഹാമുനീൻ. ഹേ രാജൻ, അല്ലയോ രാജാവേ, അങ്ങയുടെ ചോദ്യം ലോകത്തെ അനുഗ്രഹിക്കാനാണെന്ന് പറഞ്ഞു. അങ്ങ് രാജാവാണ്, അങ്ങ് ഗൃഹസ്ഥനാണ്. ഒരു രാജാവ് മറ്റുള്ളവർക്കെല്ലാം മാതൃകയായിട്ട് അനുഷ്ഠിച്ച് കാണിക്കേണ്ട ആളാണ്. യഥാ രാജ തഥാ പ്രജ. അപ്പോൾ ഈ സമൂഹത്തിലെ ശ്രേഷ്ഠനായിട്ടുള്ള അങ്ങ് ആദ്യം ഇത് കേട്ട് മനസ്സിലാക്കുക, അങ്ങ് ഇത് അനുഷ്ഠിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് അനുഷ്ഠിപ്പിക്കുകയും ചെയ്യുക. ഇതാണ് ശ്രേഷ്ഠ പുരുഷന്മാരുടെ ഉത്തരവാദിത്വം. ഇന്നലെ പറഞ്ഞില്ലേ നമ്മുടെ 22-ാം തീയതി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നല്ല കഠിനമായ ഉപവാസവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, പ്രചോദിപ്പിക്കുന്നു. യഥാ രാജ തഥാ പ്രജ യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവ ഇതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. അപ്പം അദ്ദേഹം എല്ലാവരും ഭഗവത് ചിന്തയോടെ ഭഗവത് നാമം ജപിക്കണം, വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ് എന്നൊക്കെ ആഹ്വാനം ചെയ്തു. എന്നിട്ട് താൻ അനുഷ്ഠിക്കാതിരിക്കുന്നില്ല, തനിക്ക് തിരക്കാണ്, എനിക്ക് ഒരുപാട് പണിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഒഴിവാകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം എല്ലാവരേക്കാൾ നന്നായിട്ട് അനുഷ്ഠിച്ച് കാണിക്കണം. അതുപോലെ തന്നെ നാളെ മുതൽ വരുന്ന ആ 22-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളൊക്കെ വൃത്തിയാക്കാനൊക്കെ സഹായിക്കുക. അല്ലേ, നമ്മുടെ അടുത്ത് പരിസരത്തുള്ളതായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ പോയിട്ട് അഴിച്ചുവാരുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുക, ശുദ്ധമാക്കുക. എന്നിട്ട് തയ്യാറെടുക്കുക. ദീപാവലിയൊക്കെ ആ ദിവസങ്ങളിൽ ആചരിക്കണം, വിശേഷാൽ പൂജകളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുക മാത്രമല്ല, അദ്ദേഹം തുടങ്ങി. സ്വന്തം കൈകൊണ്ട് ചൂലെടുത്ത് ക്ഷേത്രങ്ങളൊക്കെ അടിച്ചു വാരാനും വൃത്തിയാക്കാനും ഒക്കെ അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു. ഇത്രയും തിരക്കുള്ള ആള് അതും ചെയ്തു കാണിക്കണമെന്ന് പറയാം, മാതൃകയായിട്ട്. അപ്പൊ യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവ ഇതരോ ജനഃ സ്വയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ എന്നുള്ള അർത്ഥത്തില്, അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം അത് പാലിച്ചു കാണിക്കുന്നു. അപ്പൊ അതുപോലെ ഇവിടെ രാജാവ് യുധിഷ്ഠിരൻ അദ്ദേഹത്തോട് അഭിസംബോധന ചെയ്ത് പറയണ, ഹേ രാജൻ, ഗൃഹേഷു അവസ്ഥിതഃ ഗൃഹോചിതാഃ ക്രിയാഃ സാക്ഷാത് വാസുദേവാർപ്പണം കുർവന് മഹാമുനീൻ ഉപാസീത. ഗൃഹേഷു അവസ്ഥിതഃ, ഗൃഹങ്ങളിൽ അവസ്ഥിതനായിട്ട്, ഗൃഹങ്ങളിൽ വസിക്കുന്നവരായിട്ട്, ഗൃഹജീവിതം നയിക്കുന്നവരായിട്ട്, ഗൃഹോചിതാഃ ക്രിയാഃ, ഗൃഹങ്ങളിൽ ഇരുന്ന് ഉചിതങ്ങളായ കർമ്മങ്ങളെ, ക്രിയകളെ, സാക്ഷാത് വാസുദേവാർപ്പണം കുർവന്, നേരിട്ട് ആ ഭഗവാന് വാസുദേവന് അർപ്പണമാക്കി ചെയ്തുകൊണ്ട്, ബലാസക്തി ഇല്ലാതെ ഇത് ഭഗവാനുള്ള പൂജയാണ്, ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും കായേന വാചാ മനസാ ഇന്ദ്രിയേർവാ ബുദ്ധ്യാ ആത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി, വാസുദേവായ ഇതി സമർപ്പയാമി.
അപ്പൊ എല്ലാം വാസുദേവനിൽ സമർപ്പിച്ചുകൊണ്ട് വാസുദേവാർപ്പണം കുർവന് ശ്രീകൃഷ്ണ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാരായണനിൽ അർപ്പിച്ചുകൊണ്ട് മഹാമുനീൻ ഉപാസീത മഹാത്മാക്കളായ മനനശീലന്മാരായ സമൂഹത്തിൽ മാതൃകയാക്കാവുന്ന ബുദ്ധിമാന്മാരായിട്ടുള്ള വിവേകികളായിട്ടുള്ള സദാചാര നിരതരായിട്ടുള്ള അറിവുള്ളവരെ ഉപാസിക്കണം, അവരെ സേവിക്കണം, അവരുടെ അടുത്ത് ചെല്ലണം, അവർ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം. അപ്പോൾ ഭക്തന്മാരായിട്ടുള്ള മുനികളെ സേവിക്കണം. കാരണം എപ്പോഴും ഈ പ്രചോദനം നിലനിർത്താനായിട്ട് സത്സംഗം സഹായിക്കും. ആ സത്സംഗമാണ് ഏറ്റവും നമ്മൾക്ക് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനം. എപ്പോഴും സജ്ജനങ്ങളുമായിട്ട് സംഘം ചെയ്യുക. ആ സംഘം വെടിഞ്ഞ് ദുർജനങ്ങളുമായിട്ട് സംഘം വന്നു ചേർന്നാൽ നമ്മൾ വഴിതെറ്റിപ്പോകും. നമ്മുടെ എന്താ പറയുക, ആവേശമെല്ലാം പോകും, പ്രചോദനമെല്ലാം നശിച്ചു പോകും. അപ്പോൾ നമ്മളെ എപ്പോഴും ധർമ്മത്തിൽ പ്രവർത്തിപ്പിക്കുന്ന മഹാത്മാക്കളുടെ കൂടെ, സജ്ജനങ്ങളുടെ കൂടെ സംഘം ചെയ്യണം എന്നും കൂടി ചുരുക്കി പറഞ്ഞു. ഒന്നാമത്തെ ശ്ലോകം തന്നെ ഒരു സമ്മറൈസ് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നാരദ മഹർഷി പറഞ്ഞു കഴിഞ്ഞു. ഗൃഹങ്ങളിൽ വസിച്ചുകൊണ്ട് ഗൃഹോചിതങ്ങളായ ക്രിയകളെ ഭഗവാനിൽ വാസുദേവനിൽ, വാസുദേവ സർവമിതി, വാസുദേവനാണ് എല്ലാം, വാസുദേവനിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, വാസുദേവനിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, വാസുദേവൻ തന്നെയാണ് ഈ പ്രപഞ്ചം, എല്ലാം തിരിച്ച് ലയം പ്രാപിക്കുന്നതും ആ വാസുദേവനിലേക്കാണ്. അതുകൊണ്ട് സർവകർമ്മങ്ങളും വാസുദേവനിൽ അർപ്പിച്ചുകൊണ്ട് മഹാമുനികളെയും നിരന്തരം സേവിക്കുക. മഹാത്മാക്കളെ സേവിക്കും തോറും സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. അപ്പൊ ജീവൻ മുക്തിയിലേക്ക് എത്താനുള്ള ആദ്യത്തെ ആ ഒരു സാധന എന്നുള്ളത് സത്സംഗം തന്നെയാണ്. അത് മറക്കരുത് എന്ന് പ്രത്യേകം എടുത്തു പറയണം. നമുക്കൊക്കെയുള്ള ഉപദേശം, എല്ലാ ഗൃഹസ്ഥന്മാർക്കുള്ള ഉപദേശമാണ് നിരന്തരം സത്സംഗത്തിൽ ഏർപ്പെട്ടിരിക്കുക. അപ്പോഴേ അവനവന്റെ ധർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രേരണ നമുക്ക് എപ്പോഴും ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ വഴിതെറ്റിപ്പോകും. ബാറ്ററി ഡെയിലി ചാർജ് ചെയ്യുന്നത് പോലെ നമ്മുടെ മൊബൈലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊക്കെ സാധനങ്ങളുണ്ടോ ഉപകരണങ്ങളുണ്ടോ ഒക്കെ ഡെയിലി ചാർജ് ചെയ്യുന്നില്ലേ, അതുപോലെ നമ്മൾക്ക് ആധ്യാത്മികമായിട്ടുള്ള ആ എനർജി നിത്യവും മഹാത്മാക്കളിൽ നിന്ന് ചാർജ് ചെയ്യണം. ശൃണ്വൻ ഭഗവതോ ഭീഷ്ണം അവതാരകഥാമൃതം ശ്രദ്ധാനോ യഥാകാലം ഉപശാന്തജനാവൃതഃ സൽസംഗാച്ഛനകൈ സംഗം ആത്മജായാത്മജാദിഷു വിമുഞ്ചേത് മുച്യമാനേഷു സ്വയം സ്വപ്നവദുത്തിതഃ. ശൃണ്വൻ ഭഗവതോ ഭീക്ഷ്ണം അവതാരകഥാമൃതം ശ്രദ്ധാനോ യഥാകാലം ഉപശാന്തജനാവൃതഃ സൽസംഗാച്ഛനകൈ സംഗം ആത്മജായാത്മജാദിഷു വിമുഞ്ചേത് മുച്യമാനേഷു സ്വയം സ്വപ്നവദുത്തിതഃ. അപ്പോ ഗൃഹത്തിലിരുന്നു കൊണ്ട് ഗൃഹോചിതങ്ങളായ ക്രിയകൾ ചെയ്യണം, എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യണം പറഞ്ഞതിന്റെ കൂട്ടത്തില് മഹാമുനീൻ ഉപാസീത എന്ന് പറഞ്ഞു. അതിനെ എന്തുകൊണ്ട് മഹാമുനികളെ ഉപാസിക്കാൻ പറഞ്ഞു എന്നുള്ളത് വ്യാഖ്യാനിക്കുകയാണ് ഈ 4-5 ശ്ലോകങ്ങളിൽ. എന്തുകൊണ്ട് മഹാമുനികളെ ഉപാസിക്കണം? ആ മഹാമുനികൾ നമ്മൾക്ക് ഭഗവാനെ കുറിച്ചിട്ടുള്ള കഥകൾ നിരന്തരം പറഞ്ഞു തരും. അതാണ് ശൃണ്വൻ ഭഗവതോ ഭീക്ഷ്ണം അവതാരകഥാമൃതം ശ്രദ്ധാനോ യഥാകാലം ഉപശാന്തജനാവൃതഃ. യഥാകാലം കാലാനുസരണം അർത്ഥം. നമ്മളുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇതിനും കാലം കണ്ടെത്തണം, ഇതിനുള്ള സമയവും പ്രത്യേകം കണ്ടെത്തണം. എത്ര തിരക്കുള്ളവരാണെങ്കിലും സത്സംഗം മാത്രം ഒഴിവാക്കാൻ നോക്കരുത്. സത്സംഗം നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ധർമ്മമാണ്.
അത് ധർമ്മമായിട്ട് തന്നെ സ്വീകരിക്കണം. അല്ലാതെ ഒരു ടൈം പാസ് ആയിട്ടല്ല. ഒരു പണിയില്ലെങ്കിൽ സത്സംഗമാവാന്നുള്ളതല്ല. സത്സംഗം ഒരു പ്രൈമറി ആവശ്യമായിട്ട് തന്നെ നമ്മൾ പട്ടികയിൽ ചേർക്കണം. നമ്മുടെ ഡെയിലി റുട്ടീനിൽ കുറച്ച് സമയമെങ്കിലും സത്സംഗത്തിന് വേണ്ടി മാറ്റിവെക്കണം. അതിപ്പോ മഹാത്മാക്കളുമായിട്ട് നേരിട്ടൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഇന്നത്തെ കാലത്ത് നമുക്ക് ഇതുപോലെയുള്ളതായുള്ള സൗകര്യങ്ങളുണ്ട്, ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്, ആ വഴിക്കാവാം. അതല്ലെങ്കിൽ ഗ്രന്ഥപാരായണങ്ങളും സത്സംഗം തന്നെയാണ്. ഗ്രന്ഥങ്ങളൊക്കെ സദ്ഗ്രന്ഥങ്ങൾ, ഇപ്പൊ ഭാഗവതം, നാരായണീയം, അല്ലെങ്കിൽ രാമായണം, അതുപോലെയുള്ളതായിട്ടുള്ള ഭഗവത്ഗീത മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ സദ്ഗ്രന്ഥങ്ങളാണ്. അതിന്റെ പാരായണവും ഒരു സത്സംഗമായിട്ട് കണക്കാക്കാം. ആ ഏത് ഋഷിമാരാണോ നമുക്ക് ഈ ഗ്രന്ഥങ്ങളൊക്കെ തന്നത്, ആ ഋഷിമാരുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ബന്ധമായിട്ട് തന്നെ ഈ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോൾ സ്വീകരിക്കാം. നമുക്ക് നേരിട്ട് സത്സംഗത്തിന് സാഹചര്യം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. പ്രത്യക്ഷത്തിൽ നമ്മുടെ അടുത്തുള്ള വല്ല ക്ഷേത്രങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സത്സംഗങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് നേരിട്ട് ചെല്ലുന്നത് അത്യുത്തമം. അല്ലെങ്കിൽ ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ ഉള്ളത് രണ്ടാമത്. ഇതൊന്നുമില്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ നിന്ന് സത്സംഗം ചെയ്യാം. അപ്പൊ എന്തായാലും അതൊരു ധർമ്മമായിട്ട് സ്വീകരിക്കണം, ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തതായിട്ട്. അപ്പൊ യഥാകാലം അവനവന്റെ ജോലി തിരക്കിന്റെ ഇടയിലും കാലം ഉണ്ടാക്കണം. എന്നിട്ട് അഭീക്ഷണം എന്ന് പറഞ്ഞാൽ നിരന്തരം, പലപ്പോഴും എന്നൊക്കെ അർത്ഥമാണ്. ഫ്രീക്വന്റ് ആയിട്ട്, അല്ലാതെ വല്ലപ്പോഴും എന്നല്ല. അഭീക്ഷണം എന്ന് പറഞ്ഞാല് എപ്പോഴും, പലപ്പോഴും എന്നൊക്കെ അർത്ഥം. ഭഗവതഃ അവതാര കഥാമൃതം, ഭഗവാന്റെ അവതാര കഥാമൃതത്തെ. കാരണം ഭഗവാന്റെ അവതാര ലീലകൾ കേൾക്കുന്തോറും നമ്മുടെ മനസ്സിൽ ആ ഭഗവാന്റെ ആ മഹാത്മ്യം ഉറയ്ക്കും. ഭഗവാനോടുള്ളതായിട്ടുള്ള നമ്മുടെ പ്രേമം വർദ്ധിക്കും. നാരദ മഹർഷി പറയും പോലെ കഥാദിഷു അനുരാഗ, കഥകളിലുള്ളതായിട്ടുള്ള അനുരാഗം തീർച്ചയായിട്ടും അത് വർദ്ധിച്ചു വരും. ഭഗവാന്റെ കഥകൾ കേൾക്കും തോറും കൂടുതൽ ഭഗവാനോടുള്ളതായിട്ടുള്ള ആഭിമുഖ്യം നമുക്ക് വർദ്ധിച്ചു വരും. അങ്ങനെ ഭഗവതഃ അവതാര കഥാമൃതം. ഉപശാന്ത ജനാവൃത, ഉപശാന്തന്മാരായ ജനങ്ങളാൽ ആവൃതനായിട്ട്. ഉപശാന്തന്മാരെന്ന് പറഞ്ഞാല് മനസ്സിന് പക്വത വന്നിട്ടുള്ളവർ, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിവുള്ളവർ, വിഷയാസക്തന്മാരല്ലാത്ത, ആരുടെ അടുത്തിരുന്നാലാണോ നമുക്കും ശാന്തി കിട്ടുക, ശാന്തരായുള്ള ആളുകളുടെ അടുത്തിരുന്നാലേ നമുക്കും ശാന്തി കിട്ടുള്ളൂ. രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ച് എപ്പോഴും വിക്ഷിപ്ത ചിത്തന്മാരായിരിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിരുന്നാൽ അവരുടെ പ്രാന്ത്, അവർ പിച്ചും പേയും പറഞ്ഞുകൊണ്ടേയിരിക്കും, ആവലാദികൾ പറയും, പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കും, എല്ലാറ്റിനെയും കുറ്റം പറയും. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ചെന്നിരുന്നാൽ നമ്മുടെ ശാന്തിയും കൂടി പോയി കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് ഉപശാന്തന്മാരായ ജനങ്ങളുമായിട്ടുള്ള സംഘം, അന്ധക്കരണത്തില് ശാന്തിയുള്ളതായിട്ടുള്ള സ്വസ്ഥന്മാരായിട്ടുള്ള മഹാത്മാക്കളുമായിട്ടുള്ള ജനങ്ങളെ അവരാൽ ആവൃതരായിട്ട്, ശ്രദ്ധദാന, ശ്രദ്ധയെ ധരിക്കുന്നവനായിട്ട്, ഭഗവത് കഥകളിൽ ശ്രദ്ധയുള്ളവരായിട്ട്, വിശ്വാസത്തോടു കൂടിയിട്ട്, അത് സത്യമാണ് എന്നുള്ളതായിട്ടുള്ള ബോധത്തോടെ ശൃണ്വൻ, ശ്രവിക്കുന്നവനായിട്ട്, ഭഗവാന്റെ കഥകളെ ശ്രദ്ധയോടെ ശ്രവിക്കുന്നവരായിട്ട്, മുച്യമാനേഷു ആത്മജായാത്മജാതിഷു സംഘം സത്സംഗാത് ശനകൈ ഉത്തിത. ഈ സത്സംഗം കൊണ്ടുണ്ടാകുന്ന പ്രയോജനം പറയണം. സത്സംഗാത്, സത്സംഗം കൊണ്ട് മുച്യമാനേഷു ആത്മജായ ആത്മജാതിഷു സംഘം ശനകൈഹി ഉത്തിത. അപ്പോ ആത്മജായ ആത്മജ ആദിഷു, ഇവിടെ ആത്മശബ്ദത്തിന് ശരീരം, ജായ എന്നാൽ ഭാര്യ, ആത്മജൻ എന്ന ശബ്ദം കൊണ്ട് സന്തതികൾ, പുത്രന്മാർ. അപ്പോ അവനവന്റെ ശരീരത്തോടും ഭാര്യ മുതലായവരോടും സന്തതികളോടും ആദിഷു എന്നുള്ളത് കൊണ്ട് ധനം, ഇനി സന്തതികള്, പേരക്കുട്ടികള്, അങ്ങനെയൊക്കെ ബന്ധുക്കള്, ഇവരോടൊക്കെ ഉള്ളതായിട്ടുള്ള സംഘം,
ആ സംഘം, അവരുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഈ സത്സംഗം കൊണ്ട് ശനകൈഹി ഉത്തിത, പതുക്കെ പതുക്കെ ആ സംഘം കുറഞ്ഞു കുറഞ്ഞു വരും. അവരോടുള്ളതായിട്ടുള്ള ഓവറായിട്ടുള്ള അറ്റാച്ച്മെന്റ്, ആസക്തി, എപ്പോഴും കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കണം, ഭാര്യയെ കണ്ടുകൊണ്ടിരിക്കണം, അവരുമായിട്ട് കൊഞ്ചി കുഴഞ്ഞുകൊണ്ട് കളിച്ചുകൊണ്ട് അവരെ ലാളിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം എന്നുള്ളതായിട്ടുള്ള ആ ഒരു വിഷയ ആസക്തി, ഇതാണ് ജീവിതം, ഇതാണ് ആത്യന്തികമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ ഇരുന്നാൽ എന്ത് പറ്റും? അവരൊക്കെ അവരവരുടെ പണി നോക്കി പോകും. അതാണ് മുച്യമാനേഷു എന്ന് പറയുന്നത്. ഇതിന് വിശേഷണമായിട്ടാണ് മുച്യമാനേഷു. അവരൊക്കെ മുച്യമാനന്മാരാണ്. മുച്യമാനന്മാരെന്ന് പറഞ്ഞാൽ മോചിക്കാൻ ഡെഫിനറ്റായിട്ട് നമ്മളിൽ നിന്ന് വേറിട്ട് പോകേണ്ടവരാണ്. അവരോരോരുത്തർക്കും അവരവരുടെ സമയമാകുമ്പോൾ അവരവരുടെ പ്രാരബ്ധത്തിനനുസരിച്ച് പോകണം. മക്കള് ചിരകാലം നമ്മുടെ കൂടെ ഇരിക്കില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രാരബ്ധമുണ്ട്, അവരുടേതായിട്ടുള്ള കമ്മിറ്റ്മെന്റുകളുണ്ട്, ജോലികളുണ്ട്. അവരവരുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പോയി സെറ്റിലാവും. അപ്പൊ അവരെയും പേരക്കുട്ടികളെയൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. എന്തായാലും അവർ പോകും. അതുപോലെ ആയുസ്സും ആരുടെ വേണമെങ്കിൽ എപ്പോ വേണമെങ്കിൽ തീർന്നു പോകാം. അതുകൊണ്ട് മുച്യമാനന്മാരാണ്, എപ്പോ വേണമെങ്കിൽ പോകാൻ സാധ്യതയുള്ളവരാണ്. ഭാര്യ ആദ്യം പോകാം, അല്ലെങ്കിൽ ഭർത്താവ് ആദ്യം പോകാം, മക്കൾ പോകാം. പല ആക്സിഡന്റ് ആയിട്ടോ രോഗങ്ങൾ വന്നിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമ്മളെ വിട്ടുപോകാൻ ഡെഫിനറ്റ് ആണ്. കാരണം വന്നു ചേർന്നതാണ്, നമ്മൾ ഒറ്റയ്ക്കാണ് ജനിച്ചു വന്നത്, ഇവിടെ വന്നുണ്ടാക്കിയ ബന്ധങ്ങളാണ്, ആഗമങ്ങളാണ്. അതുകൊണ്ട് തന്നെ അപായികളുമാണ്, പോകുന്നതുമാണ്. വന്നതെല്ലാം പോകും. ആഗമ അപായിനഃ അനിത്യാഹ. ആഗമ അപായികളാണ്, വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ്, അനിത്യങ്ങളാണ്. താൻ തിദിക്ഷസ്വ ഭാരത. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു തരുന്നു. അവരെ സഹിഷ്ണുതയോടെ നമ്മുടെ കൂടെയുള്ളപ്പോ സ്നേഹമെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുക. അവർ പോകുമ്പോൾ പോകാൻ അനുവദിക്കുക. ഓരോരുത്തരും നമ്മളെ വിട്ടുപോകാനുള്ളവരാണ്. എന്നും എല്ലാവരും ഒന്നിച്ചുകൂടിയിരിക്കുക എന്നുള്ളത് സാധ്യമല്ല. നദ്യാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും, അല്ലെങ്കിൽ പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. ഓരോ രാത്രിയില് പെരുവഴി അമ്പലങ്ങളിൽ, സത്രങ്ങളിൽ ഒന്നിച്ചു കൂടുന്നു. രാവിലെ ആവുമ്പോൾ അവരവരുടെ വഴിക്ക് പിരിഞ്ഞു പോകുന്നു. അല്ലെങ്കിൽ നദിയിൽ ഒഴുകുന്നതായിട്ടുള്ള ഉണക്ക വിറക് കൊള്ളികൾ ചിലപ്പോൾ ഒന്നിച്ചുകൂടി ഒഴുകുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ പല ഭാഗത്തേക്ക് അത് പിരിഞ്ഞു പോകും. അതൊന്നും ശാശ്വതമായിട്ടുള്ള ബന്ധങ്ങളല്ല. ഒന്നിച്ചിരിക്കുക എന്നുള്ളത് സാധ്യമല്ല. അപ്പൊ അത് മനസ്സിൽ ഉറയ്ക്കണം ആദ്യമേ. എല്ലാവരും നമ്മളെ വിട്ടുപോകാനുള്ളതാണ്. നമ്മളും ഈ ശരീരം ഉപേക്ഷിച്ചുകൊണ്ട് പോകേണ്ടി വരും. അപ്പൊ ശരീരത്തോടും സംഘം പാടില്ല. എന്റെ ഈ ശരീരവും ഞാൻ ഉപേക്ഷിച്ചു പോകും. അപ്പൊ ഈ ശരീരത്തെയും ഞാൻ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ എന്റെ ഈ ശരീരമാകട്ടെ, എന്റെ ഭാര്യയാകട്ടെ, എന്റെ മക്കളാകട്ടെ, പേരക്കുട്ടികളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, അച്ഛനമ്മമാരാകട്ടെ, ബന്ധുക്കളാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, അയൽക്കാരാവട്ടെ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ആളുകളാവട്ടെ, എല്ലാവരുമായിട്ടും നമുക്ക് സ്ഥിരമായിട്ട് ഒന്നിച്ചിരിക്കാൻ പറ്റുന്നതല്ല. എത്ര കാലം ഒന്നിച്ചിരിക്കുന്നോ അത്രയും സന്തോഷമായിട്ട് അവരെ സ്നേഹിച്ചിരിക്കുക. പക്ഷെ ഓവറായിട്ട് ആ ഒരു കമ്മിറ്റഡ് ആവാതിരിക്കുക. അതാണ് മുച്യമാനേഷു ആത്മജായ ആത്മജാതിഷു സംഘം. ഈ സത്സംഗം കൊണ്ട്, സത്സംഗം നമ്മളെ ഈശ്വരനുമായിട്ട് ബന്ധിപ്പിക്കും. സത്തുമായിട്ടുള്ള സംഘമാണ് സത്സംഗത്തിൽ ലഭിക്കുക. സത്ത് ഈശ്വരൻ മാത്രമാണ്. അസത്യം പരം ധീമഹി. അപ്പൊ ഈശ്വരൻ മാത്രമാണ് ശാശ്വതം. ബാക്കി അനിത്യം അസുഖം ലോകം. ഈ ലോകം അനിത്യവും അസുഖവുമാണ്. സത്തും ആനന്ദവുമായിരിക്കുന്നത് ഈശ്വരനാണ്. ആ ഈശ്വരനോടുള്ള സംഘം കൊണ്ട് ഇവരുമായിട്ടുള്ള സംഘങ്ങളെ ശനകൈഹി ഉത്തിത, പതുക്കെ അതിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റവനായിട്ട്, ബോധമുള്ളവനായിട്ട് എന്നൊക്കെ അർത്ഥം. സ്വപ്നവത് സ്വയം വിമുഞ്ചേത്. സ്വപ്ന സമാനമായിട്ട് സ്വയം താനേ തന്നെ വിമുഞ്ചേത്, മോചിപ്പിക്കണം. നമ്മുടെ വിവേകം കൊണ്ട് അവരിൽ നിന്ന്, എല്ലാവരിൽ നിന്നും ഉള്ള സംഘത്തെ മോചിപ്പിക്കണം.
സ്നേഹം ഇരുന്നോട്ടെ, സംഘം ഇല്ലാതിരിക്കാം. സ്നേഹം എല്ലാവരെയും സ്നേഹിക്കാം നമുക്ക്. അത് നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം, എന്തെങ്കിലും പ്രതീക്ഷയോടുകൂടിയുള്ള സ്നേഹമല്ല. നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ സന്തോഷത്തിന് എന്നാലാവുന്നത് ഞാൻ ചെയ്തു തരാം, എന്നാൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്ന് ഓരോരുത്തരും പരസ്പരം ആ ഒരു ബന്ധനങ്ങളില്ലാത്ത ആ സ്നേഹബന്ധം മാത്രം. അപ്പൊ അങ്ങനെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവനെ പോലെ, സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവന് സ്വപ്നത്തിലുള്ള വിഷയങ്ങളുമായിട്ട് ആസക്തി ഉണ്ടാവുമോ, ബന്ധം ഉണ്ടാവുമോ? സ്വപ്നത്തിൽ കണ്ടതൊക്കെ ജാഗ്രതത്തിലും വേണമെന്ന് നിർബന്ധം പിടിക്കുമോ? ഓ, അത് സ്വപ്നമായിരുന്നു അല്ലേ, അതിനിപ്പോ കൂടെ ഉണ്ടാവില്ല എന്ന് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നത്തിൽ കണ്ടതിനെയൊക്കെ എങ്ങനെ വിസ്മരിക്കുന്നുവോ, അതിന് അർത്ഥമില്ല എന്നറിയുന്നുവോ, അതുപോലെ ഇതും ഒരു സ്വപ്നമാണ്, ഒരു ദീർഘ സ്വപ്നമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും സ്ഥിരമായിട്ട് നിൽക്കാൻ പോകുന്നില്ല, അസത്താണ്, ഇതെല്ലാം വിട്ടുപോകുന്നതാണ് എന്നറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഉണർന്നിരിക്കണം, ബോധവാന്മാരായിരിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കണം എന്നാണ് എന്റെ താല്പര്യം. ശൃണ്വൻ ഭഗവതോ വീക്ഷ്ണം അവതാരകഥാമൃതം ശ്രദ്ധധാനോ യഥാകാലം ഉപശാന്ത ജനാവൃതഃ സൽസംഗാച്ഛനകൈ സംഗം ആത്മജായാത്മജാദിഷു വിമുഞ്ചേത് മുച്യമാനേഷു സ്വയം സ്വപ്നവദുത്തിതഃ. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വം വന്നു ചേരും. യാവദർത്ഥമുപാസീനോ ദേഹേ ഗേഹേ ച പണ്ഡിതഃ വിരക്തോ രക്തവത്തത്ര നലോകേ നരതാമ്യസേത്. യാവദർത്ഥമുപാസീനോ ദേഹേ ദേഹേ ച പണ്ഡിതഃ വിരക്തോ രക്തവത്തത്ര ലോകം നരതാമ്യസേത്. അപ്പൊ ഒരുപാട് നിസ്സംഗനായാൽ എങ്ങനെ ജീവിതം കഴിച്ചുകൂട്ടും? ശരീര നിലനിൽപ്പൊക്കെ അപകടത്തിലാവില്ലേ, ജീവിതമേ അവതാളത്തിലാവില്ലേ എന്നൊക്കെയാണെങ്കിൽ ബുദ്ധിപൂർവം എത്രത്തോളം ആരൊക്കെയായിട്ട് വ്യവഹാരം വേണോ അത്രയ്ക്ക് മാത്രം, ആവശ്യത്തിന് മാത്രമുള്ളതായിട്ടുള്ള ബന്ധങ്ങളെ കരുതൽ ഉണ്ടായിരിക്കുക. അതാണ് ദേഹേ ഗേഹേ ച യാവദർത്ഥം ഉപാസീനഃ വിരക്തഃ തത്ര രക്തവത് പണ്ഡിതഃ നൃലോകേ നരതാം ന്യസേത്. ദേഹേ ഗേഹേ ച, അവനവന്റെ ദേഹത്തിലും, ഗേഹം ഗൃഹത്തിലും, ഗൃഹത്തിലുള്ള ആളുകളുമായിട്ടും അർത്ഥം. യാവദർത്ഥം ഉപാസീനഃ, യാവദർത്ഥം എന്ന് പറഞ്ഞാലോ അർത്ഥം പ്രയോജനം. അപ്പൊ യാവത് എത്രമാത്രം പ്രയോജനം ഉണ്ടോ, കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി എത്രമാത്രം ഇവരെയൊക്കെ ആശ്രയിക്കണമോ അത്രമാത്രം. ഓരോ കാര്യങ്ങൾക്ക് ഓരോരുത്തരെ ആശ്രയിക്കണം. ഒരു ഗൃഹത്തിൽ ഒന്നിച്ച് താമസിക്കുമ്പോൾ എല്ലാവരും പരസ്പരം സഹായിക്കണം. ഓരോരുത്തർക്കും ഡ്യൂട്ടികൾ ഡിഫൈൻ ചെയ്യണം. എന്നിട്ട് അവരവരുടെ കർത്തവ്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഒരു സഹായമായിരിക്കും, താങ്ങലായിരിക്കും. എല്ലാ പണിയും ഒരാൾ തന്നെ ചെയ്യുന്നതിനേക്കാൾ അനേകം പേരുണ്ട് ഒരു ഗൃഹത്തിലെങ്കിൽ അത് ആ ജോലികൾ വിഭജിച്ച് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ആസ്വദിക്കാം. അടുക്കള പണി, വീട് വൃത്തിയാക്കല്, തുണി കഴുകല്, അല്ലെ, വരുന്ന അതിഥികളെ സൽക്കരിക്കല്, അതുപോലെ വീട്ടിൽ നടത്തുന്നതായിട്ടുള്ള പൂജാദികള്, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ എല്ലാ കാര്യങ്ങളും അതിനൊക്കെ ആളുകൾ ഇന്നവർക്ക് ഇന്ന ഡ്യൂട്ടി എന്ന് പറഞ്ഞ് വിഭജിച്ച് വെക്കുക. അവർക്ക് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവരത് പങ്കിട്ടെടുക്കുക, അതിൽ കഴിവുള്ളവരത് ഏറ്റെടുക്കുക. അതിലും വലിയ ഗുരുതരമായിട്ടുള്ള ഭാരമുള്ള പണികൾ പങ്കുവെച്ച് അതിൽ സഹായിക്കുക. എല്ലാം ചെയ്യാം, പരസ്പരം സഹായിക്കാം. അതാണ് ദേഹത്തിലും ഗേഹത്തിലും യാവദർത്ഥം, എത്രത്തോളം പ്രയോജനമുണ്ടോ അത്രത്തോളം ഉപാസീനഃ, അടുത്തിരിക്കുന്നവരായിട്ട്. എന്നാലോ ഉള്ളുകൊണ്ട് വിരക്തഃ, അവരുടെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്, അവരുമായിട്ടെല്ലാം പങ്കുവെക്കുന്നുണ്ട്, എല്ലാ ജോലികളും ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഉള്ളുകൊണ്ട് വിരക്തഃ,
ഉള്ളില് വലിയ അനുരാഗം ഇല്ല, അറ്റാച്ച്മെന്റ് ഇല്ല. അതാണ് വിരക്ത, വൈരാഗ്യം ഉള്ളവനായിട്ട്, താല്പര്യം കുറഞ്ഞവനായിട്ട്. തത്ര രക്തവത്, എന്നാൽ രാഗമുള്ളവനെ പോലെ സ്നേഹം പ്രകടിപ്പിക്കാം. സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴും ഉള്ളിൽ ബോധമുണ്ടാവണം, ഒക്കെ തൽക്കാലം മാത്രമാണ്, പെർമനന്റ് ഒന്നും അല്ല എന്നുള്ള ഭാവത്തില് എല്ലാവരോടുള്ളതായിട്ടുള്ള സ്നേഹത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് താല്പര്യമുള്ളവനെ പോലെ. അതാണ് വിരക്തനായിട്ട് രക്തവത്ത്. പണ്ഡിത, പണ്ഡിതൻ എന്ന് പറഞ്ഞാല് വിദ്വാൻ, ഈ തത്വം അറിയുന്നവൻ. എന്താ തത്വം? എല്ലാവരും തൽക്കാലം മാത്രമേ ഉള്ളൂ, ശാശ്വതമായിട്ടുള്ളതല്ല. ആര് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ച് പോകാം. ഇതാണ് ഈ അറിവ് വേണം. ശാശ്വതമായിട്ടുള്ളത് ഈശ്വരൻ മാത്രം, ആത്മസ്വരൂപം മാത്രം, സത്തായിട്ടുള്ളത് ഈശ്വരൻ മാത്രം. ആ സത്തിനോട് മാത്രം രക്തം ഉള്ളവരായിട്ട്, എന്നുവെച്ചാൽ അനുരാഗമുള്ളവനായിട്ടും മറ്റുള്ളവരോടൊക്കെ വിരക്തനായിട്ടും രക്തവത്, താല്പര്യമുള്ളവനെ പോലെ പണ്ഡിതൻ, ഈ തത്വമറിയുന്നവൻ. നൃലോകെ നരതാം ന്യസേത്, ഈ മനുഷ്യലോകത്തില് നരതയെ ന്യസേത് എന്ന് പറഞ്ഞാല് ഓരോരുത്തരിലും ന്യസിക്കണം, പ്രകാശിപ്പിക്കണം, പ്രകടിപ്പിക്കണം. മനുഷ്യത്വം പ്രകടിപ്പിക്കണം എന്നാണ് നരതാം ന്യസേത് എന്ന് പറഞ്ഞാല്. മനുഷ്യത്വത്തെ പ്രകടിപ്പിക്കണം. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവേകമുള്ളവരാണ് മനുഷ്യര്, വിചാരശീലന്മാരാണ് മനുഷ്യര്. അപ്പോ മൃഗങ്ങളെ പോലെ ആസക്തന്മാരാവാതെ വിവേകപൂർവം എല്ലാവരുമായിട്ടും പെരുമാറണം. എല്ലാവരെയും ആവശ്യത്തിന് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഉള്ളില് ഡിറ്റാച്ച്മെന്റ്, വിരക്തി. എണ്ണ പുരട്ടിയിട്ട് ചക്ക പറിക്കും പോലെ അല്ലെ? ചക്കയിൽ കിടന്ന് കയ്യ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ, ചക്കപ്പശ നമ്മുടെ കൈകളുടെ സ്വാതന്ത്ര്യത്തെ കളയാതിരിക്കാൻ കൈകൾ മുക്തമായിരിക്കണം. അതിന് പറ്റിയ പണി എന്താണ്? നല്ലോണം എണ്ണ തേക്കുക, എന്നിട്ട് പശയുള്ള ചക്കയൊക്കെ കൈകാര്യം ചെയ്യാം. ഈ ഗൃഹം എന്ന് പറഞ്ഞാൽ ഈ പശയുള്ള ചക്ക പോലെ ഒട്ടിപ്പിടിക്കുന്നതാണ്. അത് ജാഗ്രത വേണം. അതിന് ഭക്തിയാകുന്ന, ഈശ്വരനോടുള്ളതായിട്ടുള്ള ഭക്തിയാകുന്ന എണ്ണ കയ്യിൽ പുരട്ടിയിട്ട് ഈ നമ്മുടെ ഗൃഹമാകുന്ന, ബന്ധുക്കളാകുന്ന ചക്കയിലേക്ക് പ്രവേശിക്കുക. അപ്പൊ അത് ഒട്ടില്ല. അങ്ങനെയുള്ള ആ പണ്ഡിതന്മാരായി, മനുഷ്യന്മാരായി മനുഷ്യത്വം പ്രകടിപ്പിക്കണം. ആരോടും വെറുപ്പൊന്നും പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരോടും വൈരാഗ്യം എന്ന് പറഞ്ഞാൽ കാണുന്നവരെയൊക്കെ ആട്ടുക, ചീത്ത വിളിക്കുക, ഓടിച്ചു വിടുക, ആർക്കും ഒരു ഉപകാരവും ചെയ്യാതിരിക്കുക, തന്റെ കയ്യിൽ എന്തുണ്ടെങ്കിലും ആർക്കും പങ്കുവെച്ചു കൊടുക്കാതിരിക്കുക. ഇങ്ങനെ മനുഷ്യത്വരഹിതമായിട്ട് പെരുമാറാൻ പാടില്ല. നല്ല മനുഷ്യത്വത്തോടെ പെരുമാറണം എന്നാണ് പറയുന്നത്. അപ്പൊ ലോക സ്വഭാവം അറിയണം, ആത്മതത്വവും അറിയണം. ഇത് രണ്ടും നല്ലതുപോലെ അറിഞ്ഞിട്ട്, ലോകം നശ്വരം, ആത്മാ ശാശ്വതം. ആത്മാവിനോടാവണം എന്റെ ബന്ധം നിരന്തരമായിരിക്കേണ്ടത്. ലോകത്തോടുള്ള ബന്ധം താൽക്കാലികം മാത്രമാണ്. എപ്പോ വേണമെങ്കിൽ ഈ ബന്ധങ്ങളെല്ലാം അറ്റുപോകാം. അപ്പൊ ഒരു ഉണങ്ങിയ ചുള്ളിക്കമ്പിലിരിക്കുന്ന പക്ഷി എങ്ങനെയാണ് ഇരിക്കുന്നത്? അത് നല്ല ധൈര്യത്തിലായിരിക്കുന്നത്. എന്താ അതിന്റെ ധൈര്യം? അതിന് പറക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ കൊമ്പൊടിഞ്ഞു വീണാലും അത് വീഴില്ല, കൊമ്പിന്റെ കൂടെ സ്വയം നശിക്കില്ല. കൊമ്പ് ഒടിഞ്ഞു വീഴുമ്പോഴും താൻ മറ്റൊരു കൊമ്പിലേക്ക് പറന്നു പോകാൻ ശക്തിയുള്ള ആളാണ്. എന്നതുപോലെ നമ്മുടെ ബന്ധങ്ങളെല്ലാം ഈ ഉണക്ക കൊമ്പ് പോലെയാണ്. നമ്മൾ ഈ പക്ഷിയെ പോലെ സ്വതന്ത്രരാണ്. ആ സ്വാതന്ത്ര്യം കളയാതിരിക്കുക, ആ ഒടിഞ്ഞു വീഴുന്ന കൊമ്പിനെ മുറുകെ പിടിക്കാതിരിക്കുക. കൊമ്പൊടിഞ്ഞു വീഴുന്നു എന്ന് കാണുമ്പോൾ പതുക്കെ അതിൽ നിന്ന് വിട്ട് സ്വതന്ത്രരാവുക, നശിക്കാതിരിക്കുക. ലോക സ്വഭാവം അറിയണം, ആത്മതത്വം അറിയണം. ഇത് രണ്ടും യോജിപ്പിച്ച് വേണ്ട പോലെ വിവേകപൂർവം ജീവിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ജ്ഞാതയഃ പിതരൗ പുത്രാ ഭ്രാതരഃ സുഹൃദോപരേ യദ്വദന്തി യദിച്ഛന്തി ചാനുമോദേത നിർമ്മമഃ. ജ്ഞാതയഃ പിതരൗ പുത്രാ ഭ്രാതരഃ സുഹൃദോപരേ യദ്വദന്തി യദിച്ഛന്തി ചാനുമോദേത നിർമ്മമഃ.
ജ്ഞാതയഃ പിതരൗ പുത്രാഃ ഭ്രാതരഃ സുഹൃദഃ അപരേ പറഞ്ഞാൽ ഈ പറയുന്ന ബന്ധുക്കളല്ല. ജ്ഞാതികൾ എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് രക്തബന്ധമൊക്കെ ഉള്ളതായിട്ടുള്ള ആളുകൾ. അതുപോലെ പിതരൗ അമ്മയും അച്ഛനും രണ്ടുപേരും, മാതാപിതരൗ മാതാപിതാക്കന്മാര്, പുത്രാഹ നമ്മുടെ പുത്രന്മാര്, ഭ്രാതരഹ സഹോദരന്മാര് സഹോദരിമാര്, അതുപോലെ അപരേ സുഹൃദഃ മറ്റു സുഹൃത്തുക്കളും. ഏത് രംഗത്തും നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാവും, അയൽവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവും, അതുപോലെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവും, യാത്രാമധ്യത്തിൽ പല സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ ബന്ധപ്പെടും. അങ്ങനെ പല രീതിയിൽ നമുക്ക് സുഹൃത്തുക്കൾ, ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഓൺലൈൻ സുഹൃത്തുക്കൾ ധാരാളം ഉണ്ട് അല്ലെ. നേരിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ വളരെ അടുത്ത ആ ഒരു സ്നേഹബന്ധം ഉള്ളവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ അവരെ സുഹൃത്തഃ, അവരൊക്കെ തന്നെ യദ് വദന്തി യദ് ഇച്ഛന്തി. യദ് വദന്തി അവര് യാതൊന്നിനെ കുറിച്ച് സംസാരിക്കുന്നുവോ പറയുന്നുവോ, യദ് ഇച്ഛന്തി അവർ യാതൊന്നിനെ ആഗ്രഹിക്കുന്നുവോ, അതിനെയൊക്കെ നിർമ്മമഃ അനുമോദേത. അനുമോദേത നിർമ്മമഃ, അതിലൊന്നും പിടിവാശിയില്ലാതെ, നമ്മുടേതായിട്ടുള്ള കണ്ടീഷൻ ഇല്ലാതെ, അവര് പറയുന്നതിനെ കുറിച്ച് നമുക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ പ്രകടിപ്പിക്കാം, പക്ഷെ വാശി പിടിക്കേണ്ട ആവശ്യമില്ല. അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോൾ അവർക്ക് വല്ല തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. യദ് വദന്തി അവർ പറയുന്നതിൽ തെറ്റുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം, പറഞ്ഞു കൊടുക്കാം, ഉപദേശിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ വാശി വേണ്ട. അവർക്ക് സമ്മതമാണെങ്കിൽ സ്വീകരിക്കട്ടെ, അവരുടെ കണ്ണ് തുറപ്പിക്കുക എന്ന് മാത്രം നല്ല ഉദ്ദേശത്തോടുകൂടി നമുക്ക് അവരെ സഹായിക്കാം. അല്ലാതെ നമ്മൾ പറഞ്ഞ കാര്യം നടക്കണമെന്നുള്ള, ഞാൻ പിടിച്ച മൊയിലിന് കൊമ്പ് 3 എന്നുള്ള വാശിയോടുകൂടി ആരുമായിട്ടും വ്യവഹാരം ചെയ്യാതിരിക്കുക. പറയാനുള്ളത് പറഞ്ഞ് പിന്നെ വാശി പിടിക്കാതെ, മമതയില്ലാതെ അവർക്ക് വിട്ടുകൊടുക്കുക, ചിന്തിക്കാൻ വിട്ടുകൊടുക്കുക, പ്രവർത്തിക്കാൻ വിട്ടുകൊടുക്കുക. നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കുന്നില്ലെങ്കിൽ അവർക്ക് നമ്മളോട് അത്രേ വിശ്വാസമുള്ളൂ, ബഹുമാനമുള്ളൂ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അവരുടെ ഇഷ്ടത്തിനേ അവർ പ്രവർത്തിക്കുള്ളൂ. ആയിക്കോട്ടെ, അനുഭവിച്ചോട്ടെ, അനുഭവിക്കുമ്പോൾ പഠിക്കും. നമുക്കതിൽ വാശിയൊന്നും വേണ്ട. നിർമ്മമഃ അനുമോദേത. അനുമോദേത, അനുമോദിക്കണം, അവരെ പ്രേരിപ്പിച്ചോളും, അവർ സന്തോഷമായിട്ടിരിക്കട്ടെ. എന്താണോ നിങ്ങൾക്കിഷ്ടം അത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് കലഹം ഉപേക്ഷിക്കുക, കലഹത്തിന് നിൽക്കാതിരിക്കുക. കലഹം ഉണ്ടായാലോ ആ ദ്വേഷം പരസ്പരം വർദ്ധിച്ചു വന്ന് നമ്മുടെ ശാന്തി പോകും, മത്സരബുദ്ധി വരും, അവരെ നശിപ്പിക്കുവാനുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, അവൻ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് എന്താ പറയുക, ശപിക്കുക, രാഗുക എന്നൊക്കെ പറയില്ലേ, അതൊന്നും ഇല്ലാതിരിക്കണം. അത് മമതയില്ലാതിരുന്നാലേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി വേണമെങ്കിൽ സ്വീകരിച്ചോട്ടെ, ഇല്ലെങ്കിൽ അയാളുടെ പ്രാരബ്ധം അയാൾ അനുഭവിച്ചോട്ടെ, എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെ മമതയില്ലാതെ അവരെ അനുമോദിക്കുക. നമ്മുടെ മനസ്സിൽ കലഹാദികൾ നിമിത്തമുള്ള വിക്ഷേപങ്ങൾ ഇല്ലാതിരിക്കുക, അതിന് വിവേകമുണ്ടാവണം. അത്രയും ഒരു മനസ്സിലൊരു സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ എല്ലാവരുമായിട്ടുള്ള ബന്ധവും. സ്പേസ് അനുവദിക്കണം. ഓവറായിട്ട് നമ്മൾ അവരെ ധൃതരാഷ്ട്ര ആലിംഗനം ചെയ്യേണ്ട കാര്യം ഇല്ല. ഇവരെല്ലാം എന്റേതാണ്, ഞാൻ പറഞ്ഞത് കേൾക്കണം, നിർബന്ധമാണ്, ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ നിന്റെ അച്ഛനുമല്ല, നിന്റെ മകനുമല്ല, നീ എന്റെ മകനുമല്ല എന്നിങ്ങനെയുള്ളതായിട്ടുള്ള വാശിയൊന്നും ഇല്ലാതിരിക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ വാശി കൊണ്ട് കലഹങ്ങൾ ഉണ്ടാകാതിരിക്കുക. മക്കളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് ശരിയല്ലെങ്കിൽ ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കുക, ബാക്കി നിങ്ങളായി നിങ്ങളുടെ പാടായി. ഭാര്യ പറയുന്നതും അനുമോദിക്കുക, ഭർത്താവ് പറയുന്നത് ഭാര്യ അനുമോദിക്കുക. അധികം കലഹങ്ങൾ ഇല്ലാതിരിക്കാനും മനസ്സ് ശാന്തമായിരിക്കാനും സഹായിക്കും. ബന്ധങ്ങളിൽ ദ്വേഷങ്ങളില്ലാതെ, ശത്രുതയില്ലാതെ കഴിച്ചുകൂട്ടാം. അവരുടെ മുഖത്ത് പിന്നെയും നമുക്ക് ശാന്തരായി ചിരിച്ചുകൊണ്ട് നോക്കാൻ കഴിയണം. അവരെന്തെന്നെ നമ്മൾ പറഞ്ഞത് കേട്ടില്ലെങ്കിലും വിപരീതം പ്രവർത്തിച്ചാലും അടുത്ത തവണ കാണുമ്പോഴും മുഖത്ത് നോക്കി പഴയ പോലെ തന്നെ ചിരിക്കാൻ കഴിയണം, സന്തോഷമായിട്ട് പെരുമാറാൻ കഴിയണം. ജ്ഞാതയഃ പിതരൗ പുത്രാ ഭ്രാതരഃ സുഹൃദോപരേ യദ് വദന്തി യദിച്ഛന്തി ചാനുമോദേത നിർമ്മമഃ. ദിവ്യം ഭൗമം ചാന്തരിക്ഷം വിത്തം അച്യുത നിർമ്മിതം തൽ സർവം ഉപയുഞ്ജാനഃ
ഏതത് കുര്യാത് സ്വതോ ബുധഃ. ദിവ്യം ഭൗമം ചാന്തരിക്ഷം വിത്തം അച്യുത നിർമ്മിതം തൽ സർവം ഉപയുഞ്ജാനഃ ഏതത് കുര്യാത് സ്വതോ ബുധഃ. ദിവ്യം ഭൗമം അന്തരീക്ഷം വിത്തം അച്യുത നിർമ്മിതം. ദിവ്യം എന്ന് പറഞ്ഞാല് ദിവിഭവം, ദ്യോവിൽ നിന്ന് ഉണ്ടായത്, സ്വർഗത്തിലുണ്ടായത്, നമ്മുടെയൊക്കെ കഴിവിനപ്പുറത്തുള്ള, നമ്മുടെയൊക്കെ അറിവിനപ്പുറത്തുള്ള സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ മഴ മുതലായത്, വെയില് മുതലായത്, കാറ്റ്, തണുപ്പ്, അങ്ങനെ പ്രകൃതിയിൽ ഉണ്ടാകുന്നതൊക്കെ നമ്മുടേതാണോ? ആരാണ് മഴ പെയ്യിക്കുന്നത്? ഈശ്വരൻ. അച്യുത നിർമ്മിതം, അച്യുതനാൽ നിർമ്മിക്കപ്പെട്ടതാണ് മഴ. വെയിലാണെങ്കിലും അച്യുത നിർമ്മിതം, തണുപ്പാണെങ്കിലും കാറ്റാണെങ്കിലും മഞ്ഞാണെങ്കിലും ഏത് കാലാവസ്ഥയും ദിവ്യമാണ്. അതുപോലെ തന്നെ ഭൗമം, ഭൂമിയിലുള്ളതായിട്ടുള്ള സസ്യലതാദികള്, മറ്റു ജന്തുക്കള്, മറ്റു മനുഷ്യര് എല്ലാം ഭൗമം. ഭൂമിയിലുള്ള സർവ്വധനവും ആരുണ്ടാക്കിയതാണ്? വൃക്ഷങ്ങളൊക്കെ ഈ പ്രകൃതിയിൽ നമ്മൾ വരുന്നതിന് മുമ്പേ ആരാണ് ഉണ്ടാക്കിയത്? അതിന്റെ വ്യവസ്ഥകളൊക്കെ ആരാണ് നിർമ്മിച്ചത്? ആ വൃക്ഷങ്ങളുടെ വിത്തുകളിൽ നിന്ന് അടുത്ത വൃക്ഷങ്ങൾ ഉണ്ടാവാനും അങ്ങനെ നിരന്തരമായിട്ട് നമ്മുടെ സസ്യസമ്പത്ത് നിലനിൽക്കാനായിക്കൊണ്ടും അതിന്റെ നിയമങ്ങൾ, പ്രകൃതി നിയമങ്ങൾ, ആ വൃക്ഷങ്ങൾ മറ്റേ സൂര്യപ്രകാശത്തിൽ നിന്ന് പ്രകാശ സംശ്ലേഷണം ചെയ്തുകൊണ്ട് ഭൂമിയിലുള്ളതായിട്ടുള്ള ധാതുക്കളെയൊക്കെ വലിച്ചെടുത്ത്, വെള്ളം വലിച്ചെടുത്ത് നമുക്ക് പഴങ്ങൾ തരുന്നു, പൂക്കൾ തരുന്നു, എന്തെല്ലാം പ്രയോജനമുള്ള വസ്തുക്കൾ തരുന്നു. ഇതൊക്കെ ആരുണ്ടാക്കിയതാ? അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണോ? നമ്മൾ അതിന് വേണമെങ്കിൽ സംരക്ഷിക്കാം, നമുക്ക് അതിന്റെ ചുറ്റും എന്താ പറയുക, വേണ്ടതെല്ലാം ചെയ്ത് കാവലിരിക്കാം, സംരക്ഷിക്കാം, അത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും നമ്മൾ സംരക്ഷിച്ചാലും അത് നിന്നോളണം എന്നില്ല. എത്ര കാവലിരുന്നാലും അത് ഉണങ്ങിപ്പോകാനാണ് യോഗമെങ്കിൽ അത് ഉണങ്ങിപ്പോകും. അതിനെന്തെങ്കിലും രോഗങ്ങൾ ബാധിക്കാനാണെങ്കിൽ രോഗം ബാധിക്കും. അല്ലേ? നമ്മൾ തെങ്ങും വാഴയും അതുപോലെയുള്ള ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചാൽ എല്ലാം ഫലം തരണം എന്ന് നിർബന്ധമില്ല. ഫലം തരാതെ നശിച്ചു പോകുന്ന എത്രയോ ഉണ്ട്. അപ്പൊ ഭൗമം, ഭൂമിയിൽ ഭവിച്ചത്. അപ്പോ ദ്യോവിൽ നിന്നുണ്ടായത് എന്ന് പറഞ്ഞാൽ ദേവശക്തികളിൽ നിന്ന്, പ്രകൃതി ശക്തികളിൽ നിന്നുണ്ടായതും ഭൂമിയിലുണ്ടായതും, അന്തരീക്ഷം, അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങള്. ഈ ഭൂമിയിൽ നിന്നുള്ളതായിട്ടുള്ള ഇതെന്ന് പറയുമ്പോൾ ഭൂമിയിൽ കിട്ടുന്നതായിട്ടുള്ള സ്വർണം, വെള്ളി, ഇരുമ്പ് മുതലായിട്ടുള്ള ലവണങ്ങൾ, മറ്റേ ലവണങ്ങളാവാം, അതുപോലെയുള്ളതായിട്ടുള്ള മിനറൽസ് ആവാം, എല്ലാം ഭൂമിയിൽ നിന്നാണ്. അതുപോലെ അന്തരീക്ഷത്തിൽ കിട്ടുന്നത്, യാദൃച്ഛികമായി കിട്ടുന്നതായിട്ടുള്ളത് അന്തരീക്ഷം. അങ്ങനെയുള്ളതും എല്ലാം തന്നെ, എല്ലാ വിത്തവും അച്യുത നിർമ്മിതം. ഈ പ്രകൃതിയിലുള്ള സർവധനവും അച്യുതനാൽ, ഭഗവാനാൽ, ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്നുള്ള ബോധം. തൽസർവം ഉപയുഞ്ജാനഃ. തൽസർവം, ഈ വിത്തങ്ങളെല്ലാം ഈശ്വരൻ നിർമ്മിച്ചതാണ്, ഈശ്വരന്റേതാണ് എന്നറിഞ്ഞുകൊണ്ട് അതിലൊന്നും മമത കൂടാതെ, ആസക്തി കൂടാതെ, ഉപയുഞ്ജാനഃ, ഉപയുഞ്ജാനഃ ആവശ്യത്തിന് ഉപയോഗിക്കുന്നവനായിട്ട്. നമുക്ക് ആവശ്യത്തിനേ ഉപയോഗമുള്ളൂ, ആവശ്യമില്ലാത്തതൊക്കെ ഭാരമാണ്. അതുകൊണ്ട് ആവശ്യത്തിന് എടുക്കുന്നവനായിട്ട്, ഉപയുഞ്ജാനഃ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നവൻ, തന്നോട് ചേർക്കുന്നവൻ, തനിക്ക് തന്റെ ആവശ്യങ്ങൾക്ക് എടുക്കുന്നവൻ. അപ്പോ തെക്തേന പുഞ്ചീത മാകൃത കസ്യസിദ്ധനം എന്ന ഉപനിഷത്ത് വാക്കാണ്. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ചീതാഹ. അതിൽ ത്യാഗബുദ്ധിയോടുകൂടെ, മമതയില്ലാതെ, എല്ലാം ഈശ്വരന്റേതാണ്. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം. ലോകത്തിലുള്ളത് സകലവും ഈശ്വരന്റെ അഭിവ്യക്തിയാണ്, ഈശ്വരന്റെ പ്രകടനമാണ് എന്നുള്ള ഭവ്യതയോടെ, ബഹുമാനത്തോടെ, ആദരവോടെ, അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നവരായിട്ട്. അതാണ് ഉപയുഞ്ജാനഃ ബുധഃ സ്വതഃ ഏതത് കുര്യാത്. ബുധനായിട്ട്, ബുധൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനായിട്ട്, ഏതത് കുര്യാത് സ്വതഃ, അവനവന്റെ സ്വയബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, സ്വന്തം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഏതത് കുര്യാത്. ഏതത് എന്ന് പറഞ്ഞാൽ ഏതേത് കാര്യങ്ങളെ ചെയ്യണമോ
ഇന്ന കാര്യങ്ങൾക്ക് ഇത്ര ഞാൻ എടുക്കുന്നു, അത് ഞാൻ ചെയ്യുന്നു എന്നുള്ള വിവേകത്തോടെ എല്ലാം കൺസർവ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പഠിക്കുക. ജലം ഉപയോഗിക്കുമ്പോൾ ആ ജലത്തെ ദുരുപയോഗം ചെയ്യാതെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അതുപോലെ പ്രകൃതിയെ മലിനീകരിക്കാതെ ഉപയോഗിക്കുക. ഇലക്ട്രിസിറ്റി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതിനെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം ആവശ്യത്തിന് മാത്രം പാചകം ചെയ്ത് കളയാതെ ഉപയോഗിക്കുക. അങ്ങനെ വസ്ത്രാദികൾ ലക്ഷറി ആവാതെ നശിപ്പിക്കാതെ മിനിമം ആയിട്ടുള്ളത് മാത്രം ഉപയോഗിക്കുക. അങ്ങനെ സിമ്പിൾ ലൈഫ്, കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക. അപ്പൊ ഇത്ര ധനം കൊണ്ട് ഇന്ന കാര്യം നടത്താം, അങ്ങനെ ഒരു എക്കണോമി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എല്ലാ കാര്യത്തിലും ഒരു കൺസർവിംഗ് മെന്റാലിറ്റി, എനർജിയെ സംരക്ഷിക്കുക. ഈ പ്രകൃതിയിലുള്ള സർവ്വധനത്തെയും ഈശ്വരന്റേതാണ്, എന്റേതല്ല, ഇത് ഞാൻ ദുർവ്യയം ചെയ്യാൻ പാടുള്ളതല്ല, ആവശ്യത്തിന് മാത്രം എടുക്കുക, ഭഗവാൻ അനുഗ്രഹിച്ചു തന്നതാണ്, അത് ഞാൻ മിനിമം കൊണ്ട് സംതൃപ്തനാവുക. അതാണ് എല്ലാവരെയും നമ്മുടെ ബന്ധുക്കളെയൊക്കെ സൽക്കരിക്കാനും ഒക്കെ തന്നെ ധൂർത്തില്ലാതെ, അല്ലെ, ധൂർത്തില്ലാതെ. നമ്മുടെ ഇന്നത്തെ കേരള സർക്കാരിനെ പോലെയല്ല, അനാവശ്യമായി എന്തെല്ലാം ധൂർത്തുകളാണ് ഖജനാവിനെ കാലിയാക്കാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അതുപോലെ ആവരുത്. എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് പങ്കിട്ട് കൊടുക്കാനുള്ള ബുദ്ധി ഉണ്ടാവണം. അല്ലാതെ ഞാനും എൻ്റെ ആൾക്കാരും മാത്രം, ബാക്കി ആർക്കൊന്നും വേണ്ട എന്നുള്ള ഭാവം പാടില്ല. പ്രകൃതിയിലുള്ള എല്ലാവർക്കും കൂടി ഈശ്വരൻ തന്നതാണ് ഈ പ്രകൃതിയിലുള്ള സകല ധനവും. അപ്പോ നമ്മൾ മാത്രമല്ല ഇതിന് അവകാശികള്. ഇവിടെയുള്ള പക്ഷി മൃഗാദികള്, എന്താ പറയുക, ഈച്ചകളും കൊതുവും തേനീച്ചകളും വണ്ടും ജലജന്തുക്കളും, എല്ലാ ജന്തുക്കൾക്കും ഇഴജന്തുക്കൾക്കും എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഉണ്ട്. അവരുടെ ലോകത്തിലേക്ക് നമ്മൾ അനാവശ്യമായി അതിക്രമിച്ച് കടക്കാതിരിക്കുക. അവരെ അവരുടെ സ്വൈരവിഹാരത്തിന് അനുവദിച്ചു വിടുക. അവർക്ക് നമ്മളാൽ ആവുന്നത് ഏതു തരത്തിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുമോ, ഏതു തരത്തിൽ സേവ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. അതിനെക്കുറിച്ചൊക്കെ ഇനി പറയാനിരിക്കുന്നു, വിസ്തരിച്ച് പറയുന്നുണ്ട്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വലിയ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുക, എങ്ങനെ ഒരു ഗൃഹസ്ഥൻ കുടുംബജീവിതം നയിക്കുമ്പോൾ എത്ര ഉത്തരവാദിത്വമുള്ളവനായി സമൂഹത്തോട് ചേർന്ന്, ലോകത്തോട് ചേർന്ന്, ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്നുള്ള ഭാവനയോടുകൂടെ ജീവിക്കണം എന്നുള്ളത് തുടരുകയാണ്. നമുക്ക് നാളെ കാണാം. വൈകുന്നേരം വേണോ നോക്കട്ടെ, ഞാൻ വൈകുന്നേരം ഒഴിവുണ്ടെങ്കിൽ ചെയ്യാം. വൈകുന്നേരം ഉണ്ടെങ്കിൽ 5:15 ഞാൻ മെസ്സേജ് ഇടാം. തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ മകരസംക്രാന്തി ആശംസകൾ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.